നമ്മുടെ ജീവിതത്തിനകത്തൊരു ചെറിയ വിഷയം മതി, നമ്മൾ ഉടനെ നിരാശപ്പെട്ടു, വളരെ ദുഃഖത്തിൽ, നമ്മൾ റിജക്റ്റഡായി, നമ്മൾ നിരാശയുടെ അനുഭവത്തിലിരിക്കും. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ യേശു കർത്താവ് ഒരിക്കൽ പോലും ദുഃഖിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല, നിരാശപ്പെട്ടിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ ലൈഫിനകത്ത് അങ്ങനെ ഒരു നിരാശയുടെ ദുഃഖത്തിൻ്റെ അനുഭവം വരാഞ്ഞത്? 45 സങ്കീർത്തനം 7-ാമത്തെ വാക്യം പറയുന്നു, നീ നീതിയെ ഇഷ്ടപ്പെട്ടു ദുഷ്ടതയെ ദേഷിക്കുന്നു, അതുകൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. യേശു കർത്താവിൻ്റെ മേൽ കിടന്ന അഭിഷേകം അത് ആനന്ദത്തിൻ്റെ ഒരു അഭിഷേകമാണ്, ആനന്ദ തൈലത്തിൻ്റെ ഒരു അഭിഷേകമാണ്. എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും ദുഃഖിച്ചിരിക്കാനോ നിരാശപ്പെടാനോ ആനന്ദത്തിൻ്റെ തൈലത്തിൻ്റെ അഭിഷേകം അനുവദിക്കത്തില്ല. അതെപ്പോഴും അകത്ത് ദൈവത്തിലുള്ളൊരു സന്തോഷത്തിലും സമാധാനത്തിലും നടത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു അഭിഷേകം ഇന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? കർത്താവേ, ആനന്ദ തൈലത്തിൻ്റെ ഒരു അഭിഷേകം എൻ്റെ മേൽ വീഴണം. എൻ്റെ ജീവിതം നിരാശപ്പെട്ടോ ദുഃഖിച്ചോ കളയാനിട്ടുള്ളതല്ല, വേദനിച്ചു കളയാനിട്ടുള്ളതല്ല. ദൈവത്തോട് ചേർന്ന് ആ ആനന്ദത്തിലും സന്തോഷത്തിലും നിറഞ്ഞ് സമാധാനത്തിൽ നിറഞ്ഞ് ജീവിക്കുവാൻ കർത്താവേ അങ്ങയുടെ അഭിഷേകം വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? ഇന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ചിലരുടെ മേൽ, വിശ്വസിക്കുന്ന ചിലരുടെ മേൽ കർത്താവ് ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകം പകരാൻ പോകുക. പ്രൊഫറ്റിക്കൽ റിലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു, ഇന്ന് ഒരു പുതിയ അഭിഷേകം, ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകം യേശുവിൻ്റെ മേൽ പകരപ്പെട്ടതുപോലെ തന്നെ സ്വർഗ്ഗം നിങ്ങളുടെ മേൽ പകരുക. നിങ്ങളതിനെ സ്വീകരിച്ചാട്ടെ. ഗോഡ് ബ്ലെസ് യു.